ഹലോ, വെൽക്കം ടു റൈസ് ആൻഡ് ഷൈൻ. അപ്പോൾ എങ്ങനെ എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ലെമൺ റൈസാണ്. ഇതേ ടേസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലെമൺ റൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. കൂടാതെ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ? എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെമൺ റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എത്ര അരിയാണോ ഇതിനായിട്ട് വേണ്ടത് അത് വേവാനുള്ള വെള്ളവും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് അരി വേണമെങ്കിലും ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം അരി വേവാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ. അടുത്തതായി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടാതെ 2 ചെറിയ പീസ് കറുവാപ്പട്ടയും 3 ഗ്രാമ്പുവും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. ചോറ് വെന്തതിന് ശേഷം നമുക്കിതിനെ എടുത്ത് മാറ്റാവുന്നതാണ്. അടുത്തതായി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാവരും ശ്രദ്ധിക്കണേ, നമ്മുടെ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം വെച്ചിരിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഉഴുന്നുപരിപ്പൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് വറുത്തെടുത്തിട്ടുള്ള കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വറുക്കാത്ത കപ്പലണ്ടിയും എടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ നേരം എണ്ണയിലിട്ട് മൂപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 4 വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഉഴുന്നുപരിപ്പും കപ്പലണ്ടിയും ഒക്കെ ഏകദേശം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനെ വീണ്ടും നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലെമൺ റൈസ് എന്ന് പറയുമ്പോഴേ ഒരു മഞ്ഞ കളറല്ലേ. ഇനി ഇത് അധികം മൂക്കണമെന്നില്ല, എന്നാൽ മഞ്ഞൾപ്പൊടിയുടെ കളർ ചേഞ്ച് ആവും. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ലെമൺ റൈസിന് വേണ്ടിയിട്ടുള്ള ലെമൺ മസാല ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി ഈ മസാലയിലേക്ക് ഒരു കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലെമൺ മസാലയും ചേർത്ത് ചോറിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചോറും മസാലയും നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിർബന്ധമില്ല. ഇപ്പം നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല. നല്ലൊരു സാലഡ് ഉണ്ടെങ്കിൽ അത് മതി ഈ ചോറ് കഴിക്കാൻ. ഇനിയിപ്പോൾ ചിക്കനോ ബീഫോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും ഈ ലെമൺ റൈസ് നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇതിലെ ആ കപ്പലണ്ടിയൊക്കെ നന്നായിട്ട് മൂത്ത് കിടപ്പുണ്ട്. ഈ കപ്പലണ്ടിയും ചോറിൻ്റെ ഒപ്പം കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. ഈ ലെമൺ റൈസ് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ വീട്ടിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ കാണില്ലേ, അപ്പോൾ അവർക്ക് ഡെയിലി ലഞ്ച് ബോക്സ് പൊതിയുമ്പോൾ ഇതും ഒരു ദിവസം വെറൈറ്റിക്കായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഓരോ കമൻറ്റും ഇതുപോലെ കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് എനിക്കുള്ള പ്രചോദനമാണ്. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഇതുപോലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ. Thank you.